ഞങ്ങൾ പെട്ടെന്ന് തന്നെ സ്റ്റേജിൽ വന്നപ്പോഴത്തേക്കുമാണ് പറഞ്ഞത് വേറൊരു പിള്ളേരുടെ പ്രോഗ്രാം ഉണ്ട്, അത് കഴിഞ്ഞിട്ടായിരിക്കും ഞങ്ങളുടെ എന്ന്. അപ്പം ഞങ്ങൾ അതൊക്കെ കാത്തിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. കോളേജിൽ വെച്ച് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം പിന്നെ ചെയ്തിട്ടേ ഇല്ല, അതുകൊണ്ട് നല്ല ടെൻഷനുണ്ട് സ്റ്റേജിൽ കയറുമ്പോൾ തെറ്റുമെന്ന്. പിന്നെ ഞങ്ങൾ മനസ്സിലിങ്ങനെ ഓരോ സ്റ്റെപ്പൊക്കെ ആലോചിച്ച് അവിടെ ഇരിക്കുവാണ്. പിന്നെ വിചാരിച്ച് ഞങ്ങൾ എന്തേലും ആവട്ടെ എന്ന് വിചാരിച്ചു. ഇതാണ് ഞങ്ങളുടെ മാം, പത്മജ മാം ആണ് ഞങ്ങളുടെ കൂടെ വന്നത്. മാം ഞങ്ങളേലും വൈബാണ്. പിന്നെ ഞങ്ങൾ കയറാനായപ്പോഴേ ഞങ്ങൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ പ്രാർത്ഥിച്ചിട്ടൊക്കെ അങ്ങോട്ട് കയറി. കാരണം എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു സ്റ്റെപ്പ് എനിക്ക് തെറ്റാറുണ്ട്. പറഞ്ഞാൽ എല്ലാത്തിനും നല്ല ടെൻഷനുണ്ട്, കാരണം തെറ്റുമോ ഇല്ലയോ എന്ന്. കാരണം പിന്നെ പ്രാക്ടീസ് ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് എന്തേലും ആകട്ടെ എന്ന് പറഞ്ഞ് എല്ലാണോ കയറി. സത്യം പറഞ്ഞാൽ കളിച്ചു കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും റെസ്പോൺസ് കണ്ടപ്പോൾ ഒരു സന്തോഷമായി. എല്ലാവരും പറഞ്ഞു സൂപ്പറായിരുന്നു എന്ന് പറഞ്ഞു. ഓഡിയൻസ് ഒക്കെ ആണെങ്കിൽ നല്ല കയ്യടിയായിരുന്നു. പിന്നെ ഞങ്ങൾ ഇറങ്ങി. ഗണപതി ആയിരുന്നു ഏറ്റവും കൂടുതൽ ക്ഷീണിച്ചത്, കാരണം അവളുടെ ഫേസിലൊരു ഇതുള്ളത് കൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നമുക്ക് കളിക്കാനും. അവളെ പിടിച്ചാണ് നമ്മൾ ഇറക്കിയത്. കളിച്ച് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവർക്കും ഫാൻസായി. പാർവതിക്കും ശിവനും ഗണപതിക്കൊക്കെ ഭയങ്കര ഫാൻസായി. പിള്ളേരൊക്കെ വന്ന് കൈയൊക്കെ കൊടുക്കുമായിരുന്നു. ഞങ്ങളുടെ ഡാൻസ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞങ്ങളുടെ ജൂനിയർ ബോയ്സിന്റെ ഡാൻസ് ആയിരുന്നു. അവരുടെ ഡാൻസ് ഒരു രക്ഷയിൽ അടിപൊളിയായിരുന്നു. അവരുടെ പാട്ടിയിട്ട് ഞങ്ങൾ തുള്ളുമായിരുന്നു അവിടെ നിന്ന്. ഡാൻസ് കളിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഗ്രൂപ്പ് ഫോട്ടോ എടുത്തത്, കാരണം അപ്പോഴാണ് ഞങ്ങൾക്ക് സമയം കിട്ടിയത്. അതിന് മുന്നേ ഞങ്ങൾക്ക് സമയം കിട്ടിയിട്ടില്ലായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത്, സിംഗിൾ ഫോട്ടോ എടുത്ത്, പിന്നെ റീൽ എടുക്കണമെന്ന് വിചാരിച്ച് പിന്നെ എടുത്തില്ല. പിന്നെ ഞങ്ങളെല്ലാവരും ഫേസ് ഒക്കെ കഴിയാനായിട്ട് അങ്ങോട്ട് പോകും. ഞങ്ങൾ ഡാൻസ് പ്രോഗ്രാം എല്ലാം കഴിഞ്ഞതിന് ശേഷം അവിടെ നാടൻ പാട്ടായിരുന്നു. നാടൻ പാട്ടാണോ അത് വേറെ എന്തോ പേരാണ് പറയുന്നത്, എനിക്കറിയില്ല, ഞാൻ മറന്നു സത്യം പറഞ്ഞാൽ. അങ്ങനെ അവരുടെ പ്രോഗ്രാം ആയിരുന്നു. അവരുടെ പ്രോഗ്രാം വയനാട്ടിൽ നിന്ന് വന്നതാണ് അവരുടെ പ്രോഗ്രാമും അടിപൊളിയായിരുന്നു. പിന്നെ അവരുടെ പ്രോഗ്രാമിന് നല്ല പാട്ടായതുകൊണ്ട് ഞങ്ങൾ തുള്ളുമായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് തുള്ളാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ തുള്ളി തകർത്തിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോയത്. സത്യം പറഞ്ഞ ഒരു ചമ്മലുണ്ട് ഞങ്ങൾക്ക് അവിടെ നിന്ന് ഡാൻസ് കളിക്കാൻ, കാരണം ഞങ്ങളുടെ നാടല്ല, ഞങ്ങളുടെ ഒന്നുമല്ല. പക്ഷേ ഞങ്ങൾക്ക് നാണോ മാനോ ഇല്ലാതെ ഞങ്ങളായതുകൊണ്ട് ഞങ്ങൾ തുള്ളി തകർത്തിട്ടാണ് വന്നത്. പിന്നെ മന്തിയൊക്കെ വാങ്ങിച്ചു വന്നു, അതും കഴിച്ച് ഞങ്ങൾ നേരെ ഹോസ്റ്റലിൽ പോയി.